പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച GST പരിഷ്കരണം സെപ്റ്റംബർ 22 തിങ്കളാഴ്ച മുതൽ രാജ്യത്ത് നിലവിൽ വന്നു. ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിൽ രാജ്യം വലിയ കാൽവയ്പാണ് നടത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവർക്കും മധ്യവർഗത്തിൽപ്പെട്ടവർക്കും യുവജനങ്ങൾക്കും വനിതകൾക്കും വ്യാപാരികൾക്കുമെല്ലാം GST പരിഷ്കരണം ഗുണം ചെയ്യും. GST ബജറ്റ് ഉത്സവ് അഥവാ GST സമ്പാദ്യോത്സവത്തിനാണ് തുടക്കമാകുന്നത്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം നൽകുന്ന GST പരിഷ്കരണമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ പരിഷ്കരണം ഇന്ത്യയുടെ വികസനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 നികുതികളാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 5%, 18% എന്നിങ്ങനെ 2ആയി ചുരുങ്ങും. ഇനി മുതൽ 5-18% GST സ്ലാബുകൾ മാത്രമേ രാജ്യത്തുണ്ടാകൂ. പലതരം നികുതികളാണ് രാജ്യത്ത് വിലവർധനയ്ക്ക് കാരണമായിരുന്നത്. സ്കൂട്ടർ, ബൈക്ക്, കാർ, TV തുടങ്ങി എല്ലാത്തിൻ്റെയും വില കുറയാൻ പോവുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾക്കും മരുന്നുകൾക്കും വില കുറയും. വീട് വയ്ക്കുന്നവർക്കും ചെലവ് കുറയും. യാത്രക്കാർക്കും ഹോട്ടലിലെ താമസത്തിനും ചെലവ് കുറയും. 99% സാധനങ്ങളും 5% സ്ലാബിൽ വരും. ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് പോളിസികൾ, 33 ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നിവയുടെയും GST ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന റെയിൽ നീർക്കുപ്പിവെള്ളത്തിന്റെ വിലയിൽ 1 രൂപയുടെ കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 413 ഉൽപ്പന്നങ്ങളുടെ വില കുറയും. ഫീഡിംഗ് ബോട്ടിൽ, കുട്ടികൾക്കുള്ള നാപ്കിൻ, ക്ലിനിക്കൽ ഡയപ്പർ, തുന്നൽ യന്ത്രവും ഭാഗങ്ങളും, 2500 രൂപയിൽ താഴെ വില വരുന്ന വസ്ത്രങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവ 5% GSTയിൽ വരും. AC, LED, 32 ഇഞ്ചിന് മുകളിലുള്ള LCD TVകൾ, മോണിറ്റർ, ഡിഷ് വാഷർ, ഗ്രാനൈറ്റ്, സിമന്റ്, CNG കാറുകൾ, 1500 cc വരെയുള്ള ഡീസൽ കാറുകൾ, മുച്ചക്ര വാഹനങ്ങൾ, 350 cc താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ എന്നിവ 18% GSTയിൽ വരും.